സുഹൃത്തുക്കളെ, ഈ കാണുന്ന വീഡിയോയിലേക്ക് ഞാൻ മ്യൂസിക് ഉണ്ടായിരുന്ന ഒന്ന് ഓഫാക്കിയതാ. VD സതീശൻ മേനോനാണ് ഈ വരുന്നത്, നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഈ വരുന്നത്. അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങുന്നു, നമ്മുടെ സലീമേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ആ വന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ കാണുന്നത് ഏതോ ഒരു മൊയന്ത്, ഏതോ ഒരു വിവരം കെട്ടവൻ അദ്ദേഹത്തിന്റെ കഴുത്തില് ഒരു ഷോൾ അണിയിക്കാൻ ശ്രമിക്കുകയാണ്. കണ്ടില്ലേ? ഒരു ഷോൾ അണിയാൻ ശ്രമിക്കുകയാണ്. അതിനെ ആളുകളൊക്കെ പറഞ്ഞ് ഇതാണ് പ്രിയ സുഹൃത്ത് എന്നൊക്കെ പറയുന്നതിനൊക്കെ അപ്പുറത്ത് ചില പ്രോട്ടോക്കോളുകളൊക്കെ ഇല്ലേ, അതൊക്കെ പാലിക്കേണ്ടതല്ലേ പോലീസുകാരും മറ്റൊക്കെ. അദ്ദേഹം വരുമ്പോൾ ഇങ്ങനെ തള്ളിക്കയറിയിട്ട് ഷോൾ ഇടാൻ ശ്രമിക്കുന്നത് സാന്ദർഭികമായിട്ട് എങ്ങനെയാണ് ചില ആളുകളോട് പെരുമാറേണ്ടതെന്ന് പോലും ഒരു വിവരമില്ലാത്ത അണികൾ ഉണ്ടായിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മഹാദുരന്തമാണ്. ഒരു സംശയമില്ല, മഹാദുരന്തമാണ്. ഇത് മാത്രമല്ല, ഇന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്ന് രണ്ട് കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. ഇതേ സ്ഥലത്താണ്, നമ്മുടെ സലീമേട്ടന്റെ അതേ സ്ഥലത്താണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച കൂടിയുള്ളത്. നിരവധി പേർ ഇപ്പോഴും ഈ കൊച്ചി അമൃത ആശുപത്രി പരിസരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് ഡയലോഗ് ഓർമ്മ വരുന്നത്? അദ്ദേഹം മരിച്ചു കിടക്കുകയാണ്. അത് ഇതാണ് കേട്ടോ, ഒന്ന് കണ്ടു നോക്കൂ. ഇനി നിങ്ങൾ ഈ ദൃശ്യത്തിലേക്ക് സൂക്ഷിച്ചു നോക്കണം. നിങ്ങൾക്ക് അവിടെ രണ്ടുപേരെ കാണാം. കേരളത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ, കോലാഹലങ്ങൾ ഉണ്ടാക്കിയ രണ്ടാളുകളാണ്. ഒരാള് കോൺഗ്രസിന്റെ മുൾമുനയിൽ നിർത്തിയൊരു മനുഷ്യനാണ്. ഞാൻ ഇപ്പൊ ആരെന്ന് പറഞ്ഞുതരാം, രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലേ. ഒരാൾ നമ്മുടെ കേരളത്തെ തന്നെ, സിനിമാ ലോകത്തെ മുഴുവൻ സംശയത്തിന്റെ നിഴലിലേക്ക് അങ്ങോട്ട് വലിച്ചിട്ട ഒരു വ്യക്തിയാണ് ആക്ടർ ദിലീപ്. രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. കൊള്ളാം, അടിപൊളി. ആളുകൾ അങ്ങനെ പറഞ്ഞേ, കൊള്ളാം, അടിപൊളി. അർഹരായിട്ടുള്ള രണ്ടുപേരെ ഒരുമിച്ച് നിൽക്കുന്നു. ഈ ദിലീപിനെ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് ഈ ആക്ടർ ദിലീപിനെ 90 ദിവസം എങ്ങാണ്ട് ജയിലിലിട്ടിട്ടുണ്ട്. അന്വേഷണത്തിന്റെ മറ്റു ഭാഗമായിട്ടാണ് 90 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. ആ കേസ് ഇപ്പോഴും ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല. ആയിക്കോളും, ആവട്ടെ. ഇനി ഇവിടെ കാണുന്നത് പോലീസിന്റെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളതാണ് അല്ലേ. എനിക്ക് തോന്നുന്നു ഈ 5 വർഷത്തിനുള്ളിൽ ദിലീപിന്റെ ഈ കേസിന് വിധി വരും. ദിലീപ് പരിപൂർണനായിട്ടും കുറ്റവിമുക്തനാക്കപ്പെടും. ഇപ്പുറത്ത് രാഹുലിന്റെ വിധി വരും. രാഹുലും പരിപൂർണമായിട്ടും കുറ്റവിമുക്തമാക്കപ്പെടും. അടുത്ത തവണ ഒരു MLA ആയിട്ടും മറ്റൊക്കെ വീണ്ടും ഈ ചെങ്ങാതി വരാനുള്ള സാധ്യത 100%. ഒരു സംശയം വേണ്ട, നിങ്ങളങ്ങനെ എഴുതി വെച്ചോളെ. ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നൊരു ദൃശ്യം, ഏതോ ഒരു സന്ദർഭം നോക്കി പെരുമാറാൻ കഴിയാത്ത ഏതോ ഒരുവൻ സെൽഫി എടുക്കുന്നതാ. കണ്ടില്ലേ? ഏതോ ഒരുവൻ സെൽഫി എടുക്കുന്നതാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. എന്തൊരു ദുരന്തമാണിത്. എവിടെയാണ് വന്നു നിൽക്കുന്നത് ഈ രണ്ടുപേരും? ദിലീപ് എന്ന് പറയുന്ന നടൻ, നമുക്കിനി ദിലീപിന്റെ കുറ്റവും തേങ്ങി മാങ്ങിയൊക്കെ മാറ്റിക്കാം, അതൊക്കെ കോടതിയൊക്കെ തീരുമാനിക്കട്ടെ, നമുക്ക് അതിൽ ഉത്തരം പറയാനില്ല. അദ്ദേഹത്തിന് നടനായിട്ട് എടുക്കുക. ഒരു നടനെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ഇതാണോ? ഒരു സാമാന്യ ധാരണ വേണ്ടടേ. നിങ്ങളൊക്കെ ഏത് ലോകത്താണ്? എന്ത് അണികളോ, ഇവരെ സ്നേഹമുള്ളവരോ എന്തോ ആവട്ടെ, ഏത് സന്ദർഭത്തിലാണ് നിങ്ങൾ സെൽഫി എടുക്കുന്നത്? ആ ഒരു നടനെ അത് എതിർക്കാൻ കഴിയുമോ? ഒന്ന് പോയി കൈ തട്ടാൻ കഴിയുമോ? ചാനലുകൾ കൊണ്ട് നിൽക്കല്ലേ അല്ലേ? തട്ടാൻ കഴിയുമോ? ഇപ്പൊ ചെയ്യലെന്ന് പറയാൻ കഴിയുമോ? ഒന്നും പറ്റൂല. നിസ്സഹായനാണ്. ഒരു തരത്തിൽ പറഞ്ഞ ദിലീപ് വളരെയധികം വേദനയോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. കാരണം ഈ ഒരു മനുഷ്യനോളം, ഈ മനുഷ്യന്റെ ഒപ്പം അത്രയേറെ സിനിമകളിൽ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. തകർത്ത സിനിമകളുണ്ട്. തെങ്കാശിപ്പട്ടണക്ക് ഒരു രക്ഷയില്ല. രണ്ടുപേരും കൂടി ചെയ്തു കൂട്ടിയ വേഷങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടോക്കൂ. അയ്യോ, നമ്മളിപ്പോഴും ചിരിച്ച് മണ്ണ് വെപ്പുന്ന വേഷങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തു വെച്ചിട്ടുണ്ടോ? തെങ്കാശിപ്പട്ടണം പോടെ, നമ്മുടെ മിശമാധവൻ, പിന്നീട് വേറെ വേഷം കൂടി ഉണ്ടല്ലോ, എന്താ മറന്നു പോകുന്നേ, ഒരു വെപ്പുപണിക്കാരനൊക്കെ ആയിട്ടുള്ള കല്യാണരാമൻ. അതിലൊക്കെ എന്താണ് സലീമേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ളത്?
മാസ്റ്റർ ക്ലാസ് വേഷങ്ങളല്ലേ. കാലാകാലങ്ങളോളം നമുക്ക് ചിരിക്കുവാനുള്ള വേഷങ്ങളൊക്കെ തന്നിട്ടാണ് ആ മനുഷ്യൻ മണ്ണിലേക്ക് പോയിട്ടുള്ളത്. വല്ലാത്ത മനുഷ്യന്മാരാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നത് എൻ്റെ ചെറുപ്പകാലം മുഴുവൻ നഷ്ടപ്പെടുകയാണല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നത്. ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് തോന്നിയിരിക്കും. കുതിരവട്ടം പപ്പു, അങ്ങനെ എത്ര പേര്, മുരളി, നമ്മുടെ തിലകൻ ചേട്ടൻ, അങ്ങനെ നമ്മളൊക്കെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് എത്തിച്ച, ആസ്വാദന അനുഭവത്തിലേക്ക് എത്തിച്ച ആളുകളൊക്കെ മരണപ്പെട്ടു പോകണം. അതോടെ എടുക്കട്ടെ, നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്തിലെ ആ ഒരു സന്തോഷങ്ങളൊക്കെ മെല്ലെ മെല്ലെ മരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു നീല കുട. ആ കുട പിടിച്ചു കൊടുക്കുന്നത് ആരാണ്? ആർക്കാണ്? ഇനി നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. ആ കുട പിടിക്കുന്നത് ആരാണ്? ആ കുട പിടിച്ചു കൊടുക്കുന്ന ആർക്കാണ്? എന്തേ കണ്ടോ? വേണമെങ്കിൽ പറയാം, അയ്യോ പാവം, 2 പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് കുട പിടിച്ചു കൊടുക്കുന്നു. പക്ഷേ അത് മാത്രമല്ലല്ലോ, പ്രമുഖരായിട്ടുള്ള 2 വ്യക്തികൾ എന്ന നിലയ്ക്ക് മാത്രമല്ലല്ലോ ഇവർ അറിയപ്പെടുന്നത്. ഒരാൾ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാനായിട്ട് വായിക്കുന്നില്ല, നിങ്ങൾ എന്നെ വായിച്ചോ. താഴത്തൊരാൾ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ എവിടെ വെച്ച് എങ്ങനെ പെരുമാറണമെന്ന് ഒരു മനുഷ്യൻ ഇനിയും പഠിക്കേണ്ടതുണ്ട്. ഇനി ഒരു സംഗതിയാണ് പറഞ്ഞു വയ്ക്കുകയാണ്, ഇനിയും നമ്മുടെ കേരളത്തിൽ ഇതേപോലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെ മരണപ്പെടും. സ്വാഭാവികമാണ്, ആ ഒരു നീതിക്ക് നമ്മൾ കീഴടങ്ങി വെക്കും. ഇനിയെങ്കിലും ഗവൺമെന്റ് തീരുമാനം എടുക്കണം. തീർച്ചയായിട്ടും അതിന് ഗവൺമെന്റ് തീരുമാനം എടുത്തേ വെക്കൂ. ഇന്ന് നമ്മുടെ VD സതീശന്റെ ലൈഫ് അടക്കം, ജീവിതമടക്കം കുളമാകുന്ന രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടായി. പ്രോട്ടോകോൾ ലംഘനമെന്നോ എന്താ പറയുക, അത് അദ്ദേഹത്തിന്റെ ജീവിതം അപകടം എന്ന നിലയ്ക്കല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്തൊരു അപകടാവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. VD സതീശനാണ് ഈ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു വിവരം കെട്ടവൻ നോക്ക്, അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി എവിടെ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി എവിടെ? കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അയാൾക്ക് എന്ത് സെക്യൂരിറ്റിയാണ് അവിടെ ഉള്ളത്? ഏതെങ്കിലും തലയിരിഞ്ഞവൻ എന്തെങ്കിലും ഒരു അപകടം അവിടെ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ? എന്തായിരിക്കും ചിത്രം? മാറില്ലേ? അതിന് അപകടം മനസ്സിലായോ നിങ്ങൾക്ക്? ഇദ്ദേഹത്തിനടക്കം ഒരു സെക്യൂരിറ്റി ശക്തമായി ഇല്ല. അദ്ദേഹം ആൾക്കൂട്ടത്തിൽ നിന്ന് പുറകിലുള്ള ആളുകളെ മാറി നിൽക്കാൻ വേണ്ടി വഴക്ക് പറയേണ്ടി വരുന്നു. എന്ത് പറഞ്ഞാൽ എന്തുവാടാ ഇത്? ഇതെന്ത് വെള്ളരിക്കപ്പെടണോ? നമ്മൾക്ക് സുരക്ഷ ഒരുക്കേണ്ട 2 പേരതാ 2 കൊടയും പിടിച്ചിട്ട് കാറിലാക്കി കൊടുക്കുന്നു. ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെന്താ ഇവിടെ നടക്കുന്നത്? എന്തുവാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കേരളത്തിന് എന്തുവാ പറ്റി? എന്തുവാ എന്ന് ചോദിക്കുന്ന മാതിരി എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയായാലും ഇനിയെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ, ഏതെങ്കിലും പ്രമുഖ വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചാനലുകളല്ലാതെ വേറെ ഒരുവൻ പോലും ആ ഒരു ശരീരത്തിനടുത്തേക്ക് എത്തിപ്പോകരുത്. അല്ലെങ്കിൽ ആ ചാനലുകൾ അടക്കമുള്ള എല്ലാ ചാനലുകളെയും, ചില ആൾക്കാർ ഈ മൊബൈൽ ക്യാമറയിൽ തൂക്കി പിടിച്ചു വരുന്നുണ്ടായിരിക്കും, ഇവന്മാരടക്കം പുറത്താക്കണം. അവർക്കായിട്ട് വേറൊരു വേദി, ഒരു സ്ഥലം ഒരുക്കണം. അവിടെ നിൽക്കാൻ പാടുള്ളൂ, അനങ്ങിപ്പോകരുത്. ആ ഭാഗത്ത് നിൽക്കാൻ പാടുള്ളൂ. പ്രമുഖരായ വ്യക്തികൾ വരും, അവരുടെ പ്രിയ സുഹൃത്തിനെ കാണും, തിരിച്ചു പോകുന്ന സമയത്ത് ആ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, മനസ്സിലേ, താല്പര്യം ഉണ്ടെങ്കിൽ സംസാരിക്കും. താല്പര്യം ഉണ്ടെങ്കിലേ സംസാരിക്കേണ്ടതുള്ളൂ. മൈക്ക് ഇങ്ങനെ കുത്തിക്കെട്ടി കഴിഞ്ഞാൽ അവരോടൊക്കെ മറുപടി പറയുന്ന ഒരു നിർബന്ധമില്ല. ഈ പാപ്പരാസികളോടെ ഉത്തരം കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. താല്പര്യമുണ്ടെങ്കിൽ മാത്രം അവരുടെ മുമ്പിലേക്ക് എത്തും. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും.
അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരത് പറയും. അതും റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയിക്കോണം എന്ന ഒരു തീരുമാനവും നിയമം എടുത്തിട്ടില്ലെങ്കിൽ ഇവന്മാര് നമ്മുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ കയറി കളിക്കും. നമ്മളൊപ്പം വരുന്നവരൊക്കെ എന്താ പറയുക, ഈ ഇളിച്ചു കാട്ടിക്കൊണ്ട് അവരങ്ങ് നിൽക്കും. ഇന്ന് സലീമേട്ടനെ കാണാൻ വന്നവരിൽ കുറേ കോമാളികളുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ തെറി മാത്രം കേൾക്കുന്ന കുറേ കോമാളികൾ, ഏതെങ്കിലും ഒരു ക്യാമറയിൽ തങ്ങളുടെ മുഖം കുടുങ്ങണേ എന്ന പ്രാർത്ഥനയുമായി നടക്കുന്നവർ കള്ള കണ്ണീരുമൊഴുക്കിയിട്ട് ഇദ്ദേഹത്തെ കാണാൻ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ ഒരു ശരീരത്തിന്റെ അപ്പുറത്തുനിന്ന് മാറുന്നില്ല. എന്തുകൊണ്ടാണ് മാറാത്ത? ഏതെങ്കിലും ക്യാമറയിൽ അവരെ കരയുന്നത് കൊള്ളണമെന്നുള്ളതാണ്. കൊണ്ടിട്ടുണ്ടായിരിക്കും. ഈ പറയുന്ന ആളുകളൊക്കെ അത് വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചത്, ഇത്തരത്തിലുള്ളൊരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരണം ഇനിയും ഇത്തരം വീടുകള്. അല്ലെങ്കിൽ ഈ സലീം കുമാറിന്റെ മകൻ ഇന്ന് ആക്രോശിച്ച പോലെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്റെ അച്ഛനെ കാണാൻ വന്നവരുടെ കണ്ണുനീര് ഒപ്പിയെടുക്കണോ? നിങ്ങൾക്ക് ആ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന്റെ റേറ്റ് കൂടണോ എന്ന് ചോദിച്ചതുപോലെ ഇനിയും മക്കൾക്ക് ചോദിക്കേണ്ടി വരും. ഒരു അപേക്ഷ ഇതിൽ പോയതാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ സുരക്ഷ അടക്കം ഇന്ന് അപകടാവസ്ഥയിലായിരുന്നു. അത് ശരിയല്ല എന്നുള്ളതാണ്. ഒരു കാരണവശാലും ശരിയല്ല. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ്. ബൈ.